ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലുകൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ പി ചൗധരി. 39 അംഗങ്ങളുള്ള സമിതിയാണിത്. 2024 ഡിസംബർ ലോക്സഭയിൽ അവതരിപ്പിച്ച ഭരണഘടന 129 ഭേദഗതി ബിൽ പ്രകാരമാണ് നടപ്പിലാക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 സമയത്താണ്. ഇന്ത്യയുടെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഏകീകൃത നമ്പർ ഇത് 112. ആദ്യമായാണ് രാജ്യത്ത് ആംബുലൻസ് പ്രവർത്തനങ്ങൾക്ക് ഒരു ഏകീകൃത ചട്ടക്കൂട് രൂപവത്കരിക്കുന്നത്. പോലീസ്, ഫയർഫോഴ്സ്, വനിതാ ഹെൽപ്പ് ലൈൻ എന്നിവ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ദേശീയ അടിയന്തര സഹായ നമ്പറായി നേരത്തെ തന്നെ 112 പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ പൊതുജനാരോഗ്യം എന്ന വിഷയം സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവിയെ ചുമതലയിട്ടത് ആര്? ജനറൽ ധീരജ് സേത്ത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ നേതൃത്വം നയിച്ച ജനറൽ ഉപബന്ധ ദ്വിവേദി സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് ഈ പുതിയ നിയമനം. ഇന്ത്യൻ കരസേനയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. എല്ലാ വർഷവും ജാനുവരി 15-നാണ് ദേശീയ കരസേനാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ സായുധ സേനകളുടെ പരമോന്നത കമാൻഡർ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അടുത്തിടെ കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള ജലതർക്കത്തിന് കാരണമായ മേക്കെദാട്ടു അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്? കാവേരി നദിയിൽ. കർണാടകയിലെ രാമനഗര ജില്ലയിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കുടിവെള്ള വൈദ്യുത പദ്ധതിയാണ് മേക്കെദാട്ടു അണക്കെട്ട്. കാവേരി നദിയുടെ ഉത്ഭവം കർണാടകയിലെ കുടക് ജില്ലയിലുള്ള ബ്രഹ്മഗിരി മലനിരയിലെ തലക്കാവേരിയിലാണ്. കാവേരി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഹേമാവതി, കബനി, ഭവാനി, അമരാവതി, അർകാവതി എന്നിവയാണ് കാവേരിയുടെ പ്രധാന പോഷക നദികൾ. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ പദ്മ ബാരേജ് പദ്ധതി ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്? ബംഗ്ലാദേശ്. ഇന്ത്യയിലെ ഫരക്ക ബാരേജ് കാരണം ഗംഗാനദിയിലെ ജലപ്രവാഹം കുറഞ്ഞതിനെ തുടർന്ന് തെക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ അനുഭവപ്പെടുന്ന വരൾച്ച പരിഹരിക്കാൻ ബംഗ്ലാദേശ് സർക്കാർ രാജ്ബാദ് ജില്ലയിൽ ആരംഭിച്ച നദീതട പദ്ധതിയാണിത്. ഫരക്ക ബാരേജിന് താഴെ വെച്ചാണ് ഗംഗാനദി പദ്മ എന്നും ഹുഗ്ലി എന്നും രണ്ടായി പിരിയുന്നത്. പദ്മ നദി ബ്രഹ്മപുത്ര നദിയുമായി ചേർന്ന ശേഷം മേഘ്ന എന്ന പേരിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഗംഗാനദിയിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ 1996-ൽ ഒപ്പുവെച്ച 30 വർഷത്തെ ചരിത്രപരമായ കരാർ 2026 ഡിസംബറിൽ അവസാനിക്കും. പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ച് സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകളെ അടിച്ചമർത്തുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്. സിന്തറ്റിക് ഡ്രഗുകളുടെയും മയക്കുമരുന്നുകളുടെയും വ്യാപനം തടയുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കേരള പോലീസും ആഭ്യന്തര വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പ്രധാന പദ്ധതിയാണിത്. സംസ്ഥാനത്തെ എക്സൈസ് നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് നേതൃത്വം നൽകുന്ന നിലവിലെ കേരള എക്സൈസ് കമ്മീഷണർ ശ്രീറാം സാംബ ശിവ റാവു ആണ്. 2026-ലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം നേടിയ ടീം ഏതാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. 2008-ലാണ് ഇന്ത്യയിൽ IPL ടൂർണമെന്റ് ഔദ്യോഗികമായി ആരംഭിച്ചത്. ഇന്ത്യയിലെ ക്രിക്കറ്റ് നിയന്ത്രണ ബോർഡായ BCCI ആണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. സ്ഥാപിതമായത് 1928 ഡിസംബറിലാണ്. ആസ്ഥാനം മുംബൈയിലാണ്. 2024-ൽ നടന്ന വനിതാ പ്രീമിയർ ലീഗിലും ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തി RCB കിരീടം നേടിയിരുന്നു. പുരുഷന്മാരുടെ IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ ടീമുകൾ ചെന്നൈ സൂപ്പർ കിങ്സ്, മുംബൈ ഇന്ത്യൻസ് 5 തവണ വീതമാണ് നേടിയിട്ടുള്ളത്. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാവ് ആരാണ്? ഷാനിമോൾ ഉസ്മാൻ. LDFിലെ മുഹമ്മദ് മുഹ്സിനെ പരാജയപ്പെടുത്തിയാണ് അരൂർ MLA ഷാനിമോൾ ഉസ്മാൻ ഈ പദവിയിലെത്തുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 178-ാം അനുച്ഛേദം അനുസരിച്ചാണ് സംസ്ഥാന നിയമസഭകളിലെ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും തിരഞ്ഞെടുക്കുന്നത്. കേരള നിയമസഭയിലെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഇവർ. 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വനിതാ അംഗം കേരളത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആവുന്നത്. CPIയിലെ ഭാർഗവി തങ്കപ്പനായിരുന്നു ഇതിനു മുമ്പ് ഈ പദവിയിലെത്തിയ വനിത. 2026-ൽ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയെ ചുമതലയേറ്റത് ആരാണ്? TK ശിവകുമാർ. പുതിയ സർക്കാർ രൂപീകരിച്ചതിനു പിന്നാലെ കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായി G. പരമേശ്വര ചുമതലയേറ്റു.
ഇന്ത്യൻ ഭരണഘടനയുടെ 164 അനുച്ഛേദപ്രകാരം സംസ്ഥാന ഗവർണറാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത്. കർണാടക നിയമസഭയിൽ നിലവിൽ 224 സീറ്റുകളാണ് ഉള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ IT കയറ്റുമതി നടത്തുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കർണാടകം. ഇതിൻ്റെ തലസ്ഥാനമായ ബാംഗ്ലൂരു ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നാണ് അറിയപ്പെടുന്നത്. ഇനിയും ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.